മഞ്ഞു പെയ്യുന്ന പരിശുദ്ധ രാത്രി, ഇരുൾ വഴികളിൽ കണ്ണു ചുമ്മുന്ന നക്ഷത്രങ്ങൾ, സ്നേഹത്തിൻ്റെ പുതുമഴയായി ദൈവകുമാരൻ മഞ്ഞിലവതരിച്ച പരിശുദ്ധ രാത്രി. നമ്മുടെ കാവലാളാകാൻ, നമ്മോടൊത്തു വസിക്കാൻ, നമ്മുടെ കണ്ണീർത്തുള്ളികൾ ഒപ്പിയെടുത്ത് പ്രതീക്ഷയുടെ പുതുമഴ പെയ്യിക്കാൻ സ്നേഹത്തിൻ്റെ നിമന്ത്രണങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് രാത്രി. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകനിലൂടെ അരുളിച്ചെയ്തവ പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. നമ്മോടൊത്തായിരിക്കുവാൻ ആകാശം ചായിച്ച് മഞ്ഞിലിറങ്ങിയ ദൈവപുത്രന് നമ്മുടെ ഹൃദയത്തിൽ ഒരിടം കൊടുക്കുക. കോടക്കാറ്റിലും കോടമഞ്ഞിലും പുല്ലിലും പൂന്തോപ്പിലും പൂവിലും പൂമ്പാറ്റയിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ സ്നേഹസാന്നിധ്യം നമുക്കനുഭവിക്കാം. ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു, കാത്തിരിപ്പ് യാഥാർത്ഥ്യമാകുന്നു. വിശുദ്ധ എഫ്രേമിൻ്റെ വാക്കുകളിൽ അവൻ്റെ രക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നു, അവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തീരുന്നു. നമ്മുടെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മോടൊത്തായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരിലും വേദനിക്കുന്നവരിലും ദുഃഖിതരിലും ആർത്തരിലും അവൻ സന്നിഹിതനാകുന്നു. ഇന്ന് ലോകജനത ഏറെ അസ്വസ്ഥതയിലാണ്. തമ്മിലടിക്കുന്ന ലോകജനതയെ നമുക്ക് പുൽക്കൂട്ടിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആ സമാധാനം നമുക്കനുഭവിക്കാം. ക്രിസ്മസിൻ്റെ ദൈവകുമാരൻ മഞ്ഞിൽ അവതരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ നാളുകളിൽ നമുക്കോർമ്മിക്കാം, അവൻ നമ്മോടുകൂടിയുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലും നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും അവൻ പ്രവർത്തന നിരതനാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, ദൈവം നമ്മോടുകൂടെ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. ആമേൻ.